സിയുടെ പരാതി. ഏഷ്യാകപ്പ് മത്സരത്തിനിടെ പ്രകോപനപരമായ ആംഗ്യങ്ങൾ കാണിച്ചതിന് പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾക്കെതിരെ പരാതി നൽകി BCCI. ഇന്ത്യക്കെതിരായ സൂപ്പർ 4 പോരാട്ടത്തിനിടെ പാക് താരങ്ങളായ ഹാരിസ് റൌഫും സാഹിബ് സാദ ഫർഹാനും ഇന്ത്യൻ ആരാധകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ആംഗ്യങ്ങളും സെലിബ്രേഷനും ചെയ്തത് വലിയ വിവാദമായിരുന്നു. ഈ വിഷയത്തിലാണ് BCCI നടപടിക്ക് ഒരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ എന്നാണ്, അല്ലെങ്കിൽ പരാതിയുമായി നടപടി വേണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത്. അജയ് സുധാ ബിജു, ഇതിപ്പോൾ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഓരോന്നും പലതരത്തിലുള്ള വിവാദങ്ങൾ ചെന്ന് പെടുന്നുണ്ട്. ഹാൻഡ് ഷേക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ഷേപം എന്തായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്? പ്രകോപനപരമായ പലതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഒരു യുദ്ധക്കളത്തിൽ ഇരു രാജ്യങ്ങളും എങ്ങനെയാണോ ഏറ്റുമുട്ടുന്നത് അതേ വീറും വാശിയോടും കൂടിയുള്ളതായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങൾ എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ എല്ലാ ഒരു ആവേശവും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിലും അതുപോലെ തന്നെ വാഗ്വാദത്തിലും ഈ പരാതികളിലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെപ്റ്റംബർ 14-ാം തീയതി നടന്ന ആദ്യ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലാണ്. ഈ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 7 വിക്കറ്റിന് 25 പന്തുകൾ ബാക്കി നിൽക്കെ തകർത്ത് കളഞ്ഞിരുന്നു. അതൊരു വലിയ വിജയമാണ് ഇന്ത്യക്ക് അന്ന് നേടിയത്. ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയതിൻ്റെ എല്ലാവിധ ഫ്രസ്ട്രേഷനും കൂടി ആയിരുന്നു അടുത്ത മത്സരത്തിന്, സൂപ്പർ 4 മത്സരത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ മത്സരത്തിന് ഇറങ്ങിയത്. അപ്പോൾ ഈ മത്സരവേദിയിൽ വെച്ചാണ് ഇന്ത്യൻ കാണികളെ പ്രകോപിതരാക്കുകയും അവരെ വൈകാരികമായി അവരെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില ആംഗ്യങ്ങൾ പാകിസ്ഥാൻ താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിൽ ആദ്യമുണ്ടായത് ഈ ഹാരിസ് റൌഫ് എന്ന് പറയുന്ന താരത്തിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. ഇദ്ദേഹം 2022-ലുള്ള T20 വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലി ഇദ്ദേഹത്തിൻ്റെ ഓവറിൽ 2 സിക്സുകൾ പായിച്ച് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചിരുന്നു. അപ്പോൾ ആ ഓർമ്മയിൽ ഫീൽഡിംഗ് ചെയ്യാൻ നിന്നപ്പോൾ ഹാരിസ് റൌഫിനെ ഇന്ത്യൻ കാണികൾ ഇദ്ദേഹത്തിന് നേരെ കോഹ്ലി എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ പ്രകോപിതനായിട്ടാണ് ഇദ്ദേഹം കാണികൾക്ക് നേരെ കൈകൊണ്ട് 6-0 എന്നുള്ള തരത്തിൽ ആംഗ്യം കാണിച്ചത്. അതായത് ഇന്ത്യയുടെ 6 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള തരത്തിൽ സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ 6-0 എന്ന ആംഗ്യം കാണിച്ചത്. മാത്രമല്ല, ഇതിനോടൊപ്പം വിമാനം പറന്നുയരുന്നതും അത് താഴ്ന്നു പോകുന്നതുമായിട്ടുള്ള ആംഗ്യവും ഇദ്ദേഹം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രകോപനപരമായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടുള്ളത് ബാറ്റ്സ്മാനായിട്ടുള്ള സാഹിബ് സാദ ഫർഹാൻ്റെ പക്കൽ നിന്നായിരുന്നു. ഇയാൾ ഇന്ത്യൻ ബൗളർമാർക്കെതിരെ 50 അടിച്ചതിന് ശേഷം കാണികൾക്ക് നേരെ ബാറ്റ് ഉയർത്തിക്കൊണ്ട് വെടിവെക്കുന്ന തരത്തിലൊരു ആംഗ്യം കാണിച്ചിരുന്നു. അപ്പോൾ ഇതും ഈ ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നുള്ള തരത്തിലുള്ളൊരു ആംഗ്യമായിരുന്നു ഇയാളുടെ പക്കൽ നിന്നും ഉണ്ടായത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇന്ത്യ BCCI ICCIക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതി ICCI പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരായിട്ടുള്ള ഗില്ലിനെയും അതുപോലെ അഭിഷേക് ശർമ്മയും അപമാനിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളും ഹാരിസ് റൌഫ് നടത്തിയിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ഇരു താരങ്ങളെയും ICC വിളിപ്പിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ICCയുടെ എലൈറ്റ് പാനൽ റഫറി ആയിട്ടുള്ള റിച്ചി റിച്ചാർഡ്സിന് മുന്നിൽ ഇരുവരും ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പരാതി സത്യമാണെന്ന് തെളിഞ്ഞാൽ 2 പേർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ICC അറിയിച്ചിട്ടുള്ളത്.